അപ്പൊ അർജുൻ സൗഭാഗ്യ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജുൻ ഇപ്പൊ അഭിനയത്തിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് ഇനി സീരിയസ് ആയിട്ട് ഫുൾ ടൈം അഭിനയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ, അതോ ഇതിപ്പോ വെറുതെ വന്നപ്പോ ഒരെണ്ണം ചെയ്തു നോക്കിയതാണോ? അങ്ങനെയാണ്, എങ്ങനെ ചെയ്തു നോക്കിയതാണ്. പിന്നെ ഹ്യൂമർ ഇപ്പൊ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തല്ലോ, അത് ചെയ്യാൻ പറ്റും. ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് പാടാണെന്ന് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. റൊമാൻറ്റിക് ഹീറോ അത് വേണ്ട, അത് വേണ്ട. ഹ്യൂമറോ വില്ലനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ റൊമാൻസ് അത് വേണ്ട. അത് വേണ്ട. ഈ അമ്മൂമ്മനെ കുറിച്ചിട്ട് അമ്മൂമ്മ ഇപ്പൊ എന്ത് പറയണോ? വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. ഈ അമ്മൂമ്മ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം ആദ്യം കേട്ടപ്പോ അമ്മൂമ്മ സമ്മതിച്ചോ, അതോ അമ്മൂമ്മയുടേതായിട്ടുള്ള ചില ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് മനസ്സിലായി, പിന്നെ സമ്മതിക്കുന്നത്. ആദ്യം ആരാ കണ്ടുപിടിച്ച, അമ്മയാണോ അമ്മൂമ്മയാണോ? എല്ലാരും അങ്ങ് കണ്ടുപിടിച്ചോ, എല്ലാരും ഒരുമിച്ച് കണ്ടുപിടിച്ചോ? നമ്മള് പ്രേമാവണ ആൾക്കാർ എല്ലാരും കണ്ടുപിടിച്ചു. അവര് പറഞ്ഞു അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, എന്നാ പിന്നെ എല്ലാരും പറയുന്ന സ്ഥിതിക്ക്. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണ് സംഭവം. എല്ലാരും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ പ്രേമിക്കണ്ട, അങ്ങനെ എല്ലാരും പറയണമല്ലോ. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാരും പറഞ്ഞപ്പോ സൗഭാഗ്യ തോന്നി പ്രേമിക്കണം. കറക്റ്റ് ആളാണല്ലോ, ശരി. എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ എല്ലാരും പറയത്തില്ലല്ലോ. എല്ലാരും പറയുന്നത് ഇത് സൗഭാഗ്യക്ക് പറ്റിയ ആളെ കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എപ്പോ കണ്ടുപിടിച്ചു? ആര്? അർജുൻ. ശരിയാണ്, ഇങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് മനസ്സിലാക്കിയില്ല. അതാണ് ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അല്ല, ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളപ്പോഴേ സ്വാഭാവികയുടെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു കൂടുതൽ പറഞ്ഞ മറ്റേ ചേട്ടനായിട്ട് അത്ര കമ്പനി വേണ്ട കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു സ്വാഭാവിക അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് തോന്നിയതാണ്, അപ്പൊ ഇതിലെന്തോ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ആരും സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ഇറങ്ങി സിനിമയുള്ളല്ലോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞേ, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നു, നീ ഇപ്പൊ ഈ പട്ടി വളർത്തണം കഥ പറഞ്ഞ കാടെടുത്തിരുന്നാണ്. ഞാൻ സ്വാഭാവികം എടുത്തിരുന്നു, എടാ നീ സൗഭാഗ്യം കിട്ടും. ഞാൻ വിളിച്ചപ്പോടാ ടീച്ചർ അതാ ഈ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പറയാൻ ഒരു മടിയായി. എപ്പോഴും ടീച്ചർ കാര്യമായിട്ടൊക്കെ നമ്മൾ തുറന്നത്, മോനെ സൗഭാഗ്യം വിളിച്ചിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ആക്കി തരണേ, നിന്റെ കൂടെ ഞാൻ വിടുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ ഞാൻ എങ്ങനെ ചെന്ന് ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ മോളെ ഇഷ്ടം, അതേമാതിരി പന്ന പരിപാടിയായി. ടീച്ചർ അറിഞ്ഞില്ല കള്ളന്റെ കയ്യിലാണ് താക്കോലെന്ന് ടീച്ചർ അറിഞ്ഞില്ല. ഇതുപോലെ ഓരോ വിഷങ്ങൾ പറയുമെന്ന് എനിക്ക് അറിയാം. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇഷ്ടമുണ്ടായിട്ട് പറയാതിരുന്നത്. പക്ഷെ സൗഭാഗ്യ ഇപ്പൊ കുഞ്ഞിലെ മുതൽ, അതായത് ചെറിയ പ്രായം മുതൽ കാണുന്നതായിരിക്കുമല്ലോ, 5th സ്റ്റാൻഡേർഡ് മുതൽ. അപ്പൊ എന്താ ചേഞ്ചസ് എന്താ തോന്നിയത് ഇപ്പൊ ഭാര്യയായിട്ടിരിക്കുന്ന സൗഭാഗ്യക്കും അതിന് മുമ്പ് കുഞ്ഞിലെ കണ്ട അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുഞ്ഞിലെ കണ്ട മന്ദബുദ്ധി പെണ്ണ് ഇതൊക്കെ ഏതൊന്നും ടീച്ചറിന്റെ മോളാണ് തലയിട്ട് കുത്തി കൊടുക്കാത്തതെന്ന് കൊള്ളാം. എന്റെ ഫ്രണ്ടിൽ ഓരോ കുരുത്തകൾ കാണിക്കുമ്പോ ഞാൻ അമ്മയുടെ പറഞ്ഞു കൊടുക്കുന്നു പറയണതാണ് എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇല്ല ഒളിഞ്ഞു ഇത് ഇതിന്റെ ഒരു 2-3 പെറുങ്ങണി കേസുകളുണ്ട് കേട്ടോ. നമ്മളെ വല്ല ചെയ്യാൻ ഉടനെ വന്നോ, എന്നിട്ട് എന്നെ തന്നെ വിളിക്കുക, അറിഞ്ഞു ചേട്ടാ മമ്മി വരട്ടെ പറഞ്ഞു കൊടുക്കുക. അല്ല അങ്ങനെ നമ്മള് കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ ടെൻഡൻസി കൊടുത്താ അടി നിന്നെ ഡാൻസ് പഠിക്കും എന്നെ കിട്ടും, നിന്നെ കിഴുക്കെടുക്കും. കണ്ട അത്ര ഷാർപ്പായ ഒരു കുട്ടി എങ്ങനെ മന്ദബുദ്ധി വിളിക്കുന്നത്? എല്ലാ കള്ളത്തരം ഞാൻ പൊക്കും, കൃത്യം ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കും, അമ്മ വഴക്ക് പറയും. അയ്യോ പാവം. ഈ കൊറിയോഗ്രാഫി ഒക്കെ രണ്ടുപേർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലെ? അതായത് എന്തെങ്കിലും ഒരു പാട്ട് നിങ്ങൾ കേട്ടാൽ തന്നെ അപ്പൊ തന്നെ സ്പോട്ട് കൊറിയോ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രണ്ടുപേർക്കും കൊറിയോഗ്രാഫിയിൽ നല്ല സ്കില്ലുണ്ട്. നമ്മൾക്ക് ഒരു സ്പോട്ട് കൊറിയോ എന്തെങ്കിലും ഒരു പാട്ടിട്ട് അർജുന് ചെയ്യാൻ പറ്റുമോ? പാട്ട് നോക്കിയിട്ട് പറയാം. അത് തന്നെ പാട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്താലോ ഒരെണ്ണം? നമുക്കല്ല, മനസ്സിലായി. അപ്പൊ നമുക്ക് അർജുന്റെ ഒരു സ്പോട്ട് കൊറിയോ എങ്ങനെയാണെന്ന് കണ്ടാലോ? നിന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി, ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. കാമമുറക്കമുണർന്നു വിലാസിനിയായി. വെറുതെ
വർത്താനം